ചെന്താമര എന്ന് പറയുന്ന കുട്ടും ക്രിമിനലിനെ പോത്തുണ്ടിയിൽ, അതായത് ഇയാൾ ഈ കൊലപാതകം നടത്തിയ പോത്തുണ്ടിയിൽ വെച്ച് തന്നെ കണ്ടു പോലീസ് അന്വേഷണ സംഘം. നാട്ടുകാരടക്കം ഇപ്പോൾ തെരച്ചിൽ നടത്തുകയാണ് എന്ന വിവരം വരികയാണ്. ഗോകുൽ വിവരങ്ങളുമായി ഉണ്ട്. ഗോകുൽ, വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണത്. നാട് വിട്ടിരിക്കാം, അന്യ സംസ്ഥാനങ്ങളിലേക്ക് കടന്നിരിക്കാം എന്നൊക്കെയുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. അതിനിടെ പോത്തുണ്ടിയിൽ വെച്ച് തന്നെ പ്രതിയെ കണ്ടതായി പറയുന്നു. എന്താണ് സംഭവം? തിരച്ചിലിന് പോയ പോലീസ് സംഘമാണ് മാട്ടായിൽ വെച്ച് ഇയാളെ കണ്ടെത്തിയത്. ഇയാളെ കാണുകയും ഇയാൾ ഓടി രക്ഷപ്പെടുകയും ശ്രമിക്കുകയുമാണ്. ഇയാളെ പോലീസ് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വനമേഖലയിൽ വെച്ചാണ് കണ്ടത്. ഇത്തരത്തിൽ ഈ പോത്തുണ്ടി ഡാമിന്റെ പ്രദേശത്ത് തന്നെയാണ് ഈ മാട്ടായ എന്ന് പറയുന്ന പ്രദേശം. തിരച്ചിൽ കഴിഞ്ഞ് മടങ്ങുന്നതിനിടെയാണ് പോലീസ് സംഘത്തിന് മുന്നിൽ ഇയാൾ പെട്ടത്. ഇയാൾ തന്നെയാണ് കണ്ടതെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നു. ഇയാൾക്കായുള്ള തിരച്ചിൽ ആ പ്രദേശത്ത് പൂർണ്ണമായും വളഞ്ഞുകൊണ്ട് പോലീസ് നടത്തുകയാണ്. ഇയാൾ ഉടൻ തന്നെ പിടിയിലാകും എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. കാരണം പോലീസിന്റെ കയ്യെത്തും ദൂരത്ത് ഇപ്പോൾ പ്രതിയുണ്ട്. മാട്ടായിൽ കണ്ടത് ഇയാൾ തന്നെയാണ്, ചെന്താമര തന്നെയാണെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നു. കാരണം പോലീസ് സംഘം തന്നെയാണ് ഇയാളെ കണ്ടത്. അത് പൂർണ്ണമായും പോലീസ് ഇയാൾ തന്നെയാണെന്ന് കൺഫേം ചെയ്യുകയും ചെയ്തു. നാട്ടുകാരുടെ അടക്കം സഹായത്തോടുകൂടി വ്യാപക തിരച്ചിൽ ആ പ്രദേശത്ത് നടക്കുകയാണ്. പോലീസ് സംഘത്തെ കണ്ട് ഇയാൾ ഓടി എന്നുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നു. പിന്നാലെ പോലീസ് സംഘവും ഓടി. അതോടൊപ്പം തന്നെ പല മേഖലകളിലായി തിരിച്ചുകൊണ്ട് ആ പ്രദേശം ഗോകുൽ ഈ സ്ഥലത്തുണ്ടോ? ഗോകുൽ, ഇത് വനമേഖല, അതായത് വനത്തിലേക്ക്, പോത്തുണ്ടി ഡാം കഴിഞ്ഞ് വനമേഖലയിലേക്ക് ഇയാൾ കയറി എന്നാണോ? എളുപ്പം തന്നെ പോലീസിന് ഇയാളെ പിടിക്കാൻ കഴിയുമെന്നാണോ? എന്താണ് അവിടെ നിന്നുള്ള വിവരം? ഇത് മാട്ടായ എന്ന് പറയുന്ന വനമേഖലയുടെ പ്രദേശം തന്നെയാണെന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. നമ്മൾ ആ പ്രദേശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ ആ പ്രദേശത്ത് വെച്ച്, മാട്ടായ എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ചാണ് ഇയാളെ പോലീസ് സംഘം കണ്ടെത്തിയത്. ഇയാൾ ഓടി മാറുകയായിരുന്നു. പിന്നാലെ പോലീസ് സംഘവും ഓടി. അത്തരത്തിൽ ഇയാൾക്കായുള്ള തിരച്ചിൽ ആ പ്രദേശം കേന്ദ്രീകരിച്ച് ആയിരിക്കുകയാണ്. കാരണം ഉടൻ തന്നെ ഇയാൾ പിടിയിലാകും എന്നുള്ള സൂചനകളാണ് ലഭ്യമാകുന്നത്. കാരണം മാട്ടായിൽ വെച്ച് ഇയാളെ കണ്ടു, അത് സ്ഥിരീകരിക്കുന്നു. തിരച്ചിൽ കഴിഞ്ഞിറങ്ങിയ പോലീസ് സംഘമാണ് ഇയാളെ കണ്ടത്. പോലീസ് ഇയാളുടെ പിന്നാലെ ഓടി എന്നുള്ളതാണ് വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. അതിനുശേഷം ഇയാളെ പിടികൂടാൻ പെട്ടെന്ന് പോലീസിന് കഴിഞ്ഞില്ല. ഇയാൾ ഓടി മാറി. പക്ഷെ ആ പ്രദേശം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വ്യാപക തിരച്ചിൽ പോലീസ് നടത്തുന്നുണ്ട്. ഉടൻ തന്നെ ഇയാൾ പിടിയിലാകുമെന്നാണ് പോലീസ് പറയുന്നത്. ഇത് ഇയാൾ തന്നെയാണെന്നുള്ള ഒരു സ്ഥിരീകരണം കൂടി പോലീസിന്റെ ഭാഗത്തു നിന്നും വരുന്നു. അതായത് പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ പരന്നിരുന്നു. ഇയാൾ പാലക്കാട് നഗരം വിട്ടു പോയിട്ടുണ്ടാകും, അല്ലെങ്കിൽ പാലക്കാട് വിട്ടു പോയിട്ടുണ്ടാകും, നെന്മാറ വിട്ടു പോയിട്ടുണ്ടാകും, സംസ്ഥാനം വിട്ടിരിക്കാം എന്നുള്ള പല അഭ്യൂഹങ്ങൾ വന്നിരുന്നു. പല ഫോൺ കോളുകളും പോലീസിന്, അതായത് ബാംഗ്ലൂരിലടക്കം ഇയാളെ കണ്ടു എന്ന് പറയുന്ന ഫോൺ കോളുകൾ പോലീസിന് വന്നിരുന്നു. അത്തരത്തിലുള്ള പല വിവരങ്ങൾ വന്നിരുന്നു. പക്ഷെ അതെല്ലാം തള്ളുന്ന രീതിയിൽ പോലീസിന്റെ നിഗമനം ആദ്യം മുതൽ ഈ വനമേഖലയിൽ ഇയാൾ ഉണ്ടെന്നുള്ളതാണ്. ആ രീതിയിൽ തന്നെ അവിടെ വെച്ച് തന്നെ മാട്ടായ എന്ന പ്രദേശത്ത് വെച്ച് ഇയാളെ പോലീസ് കാണുകയും ഇയാൾ പക്ഷെ പോലീസിന്റെ കയ്യിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു എന്നുള്ള വിവരമാണ് ലഭ്യമാകുന്നത്. പക്ഷേ ഈ പ്രദേശം, മാട്ടായ എന്ന് പറയുന്ന പ്രദേശം വളഞ്ഞുകൊണ്ടുള്ള ഒരു പരിശോധനയാണ് പോലീസ് നടത്തുന്നത്. ഉടൻ തന്നെ ഇയാൾ പിടിയിലാകുമെന്നുള്ള വിവരമാണ് ലഭ്യമാകുന്നത്. ഒരു വലിയ പോലീസ് സന്നാഹം തന്നെ, കൂടുതൽ പോലീസ് സന്നാഹങ്ങൾ അവിടേക്ക് എത്തുന്നുണ്ട്. ആ പ്രദേശം ആകെ തന്നെ വളഞ്ഞുകൊണ്ടാണ് പോലീസിന്റെ പരിശോധന. യെസ്, എന്തായാലും വിവരങ്ങൾ കിട്ടുന്നതിന്റെ മുറയ്ക്ക് തന്നെ എത്തിക്കുക ഗോകുൽ. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. കണ്ടെത്തിയിരിക്കുന്നു, പക്ഷെ അദ്ദേഹത്തെ പിടികൂടിയിട്ടില്ല. ഈ പ്രതിയെ, ചെന്താമരയെ പിടികൂടിയിട്ടില്ല എന്ന വിവരമാണ് ഗോകുൽ നൽകുന്നത്.